everyone, welcome back to Just Touching. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലടി യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്. എനിക്ക് അവിടെ 7th റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു MSc സൈക്കോളജിക്ക്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ജേർണി എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ഏകദേശം ഒരു മാസം ഞാൻ അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ജാമ്യയിലോട്ട് വരുന്നത്. അപ്പോ ആ ഒരു ഹോസ്റ്റലാണ് നിന്നിട്ടുള്ളത്. ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ്, ക്യാമ്പസ് എങ്ങനെയാണ്, ടീച്ചേഴ്സ് എങ്ങനെയാണ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എത്തിച്ചേരാൻ അടുത്തുള്ള ക്യാമ്പസായിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ളത്. എക്സാം സെന്റർ ആയിട്ട് തിരുനാവായയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ശ്രീ ശങ്കരാചാര്യയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കാലടി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ആദ്യം വരുന്നത് എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് തന്നെ മനസ്സിലോട്ട് ആദ്യം വരുന്നത്. അതായത് അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന ഫീ തൊട്ട് എല്ലാം അവിടെ നമുക്ക് ഭയങ്കര ഒരു പൈസ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അപ്ലിക്കേഷൻ ഇപ്പൊ കാലടിയിൽ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അല്ലെ, ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിയാനായെന്ന് തോന്നുന്നു. അപ്പോ കാലടിയുടെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 150 രൂപയുള്ളൂ. ഇപ്പൊ ഞാൻ വേറെ കുറെ കാലിക്കറ്റ്, അതുപോലെ തന്നെ ജാമിയ, അലിഗഡ്, CUT ഇതിനൊക്കെ നല്ല ഫീസ് ഉണ്ടായിരുന്നു. 700, 500 അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ കാലടി എന്ന് പറയുന്നത് വെറും 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. കാലടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു, ആ കാലടിക്കൊന്നും എന്തായാലും പോകൂല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാം, പിന്നെ അപ്ലിക്കേഷൻ ഫീസ് വളരെ കുറവാണ്, അപ്പൊ എന്തായാലും അപ്ലൈ ചെയ്തിടാം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു കാലടിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാലടിന്റെ എക്സാം വന്നിട്ടുള്ളത് മെയ് 8-നായിരുന്നു. എനിക്ക് മെയ് 8-ന് മുമ്പ് വരെയും എന്റെ ഇക്ക പുറത്ത് വർക്കിംഗ് ആണ്. അപ്പൊ ഇക്ക വന്ന് അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ നിൽക്കായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നും കാലടി എക്സാമിന് എനിക്ക് ലിറ്ററലി ഒന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഒട്ടും തന്നെ പഠിക്കാണ്ട് പോയൊരു മിക്കവാറും എക്സാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ കാലടി പ്രത്യേകിച്ച് ഒന്നും നോക്കാണ്ടാ പോയിട്ടുള്ളത്. പക്ഷെ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് പാലക്കാടാണ് എന്റെ വീട്, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പാലക്കാടാണ്. അപ്പൊ പാലക്കാടിന്ന് തിരൂരാണ് റീജിയണൽ ക്യാമ്പസ്. അതായത് കാലടിക്ക് പല പല റീജിയണൽ ക്യാമ്പസുകൾ ഉണ്ട്. അപ്പോ റീജിയണൽ ക്യാമ്പസ് ആയി തിരുനാവായ അവിടെയായിരുന്നു എക്സാം സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ പാലക്കാട് ടു ഈ തിരുനാവായ പോകുന്ന ഒരു ട്രെയിൻ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഡിസ്റ്റൻസിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പഠിച്ചത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എന്റെ വിക്ടോറിയയില് ഞാൻ BSc സൈക്കോളജി പഠിച്ച എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ വളരെയധികം എന്നെ ഈ ഒരു എക്സാമിന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലടി യൂണിവേഴ്സിറ്റിയിലെ 7th റാങ്ക്, അതായത് ഫസ്റ്റ് വന്ന ലിസ്റ്റിൽ തന്നെ 7th റാങ്ക് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഈ 7th റാങ്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. കാരണം റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അതിന് ഡിസേർവിംഗ് ആണ് ഈ ഒരു 7th റാങ്കിന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ സെമസ്റ്റർ എക്സാമിന്, അതായത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിരുന്നു. നല്ല രീതിക്ക് എക്സാം ഷീറ്റിൽ എഴുതാൻ എനിക്ക് നല്ല രീതിക്ക് അറിയാവുന്നത് കൊണ്ട് കൂടി ആയിരിക്കണം എനിക്ക് കാലടിയിൽ 7th റാങ്ക് കിട്ടാൻ കാരണം. അതായത് കാലടി യൂണിവേഴ്സിറ്റിയില് മൾട്ടിപ്പിൾ ചോയ്സ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് ഉള്ളത്. ഞാനിപ്പോ ഈ വീഡിയോന്റെ ഒപ്പം തന്നെ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ പറയാം എങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വിശദീകരിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും അതിൽ വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറയാം. മൾട്ടിപ്പിൾ ചോയ്സ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് കുറച്ച് അറിയുന്നതായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ 5 മാർക്കിന്റെ ഉണ്ടായിരുന്നു, 10 മാർക്കിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതി ഇങ്ങനെ നിൽക്കാണ് 6th സെം ഒക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കൈവഴക്കം വിട്ടിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവം ഇതിലോട്ട് എനിക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാലടിയിലല്ല CUET, കാലിക്കറ്റ്, ജാമിയ എല്ലാ എക്സാമും എഴുതാൻ പോവാന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് പല കുട്ടികളും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എക്സാമിന് പോവാതിരിക്കും. ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് കിട്ടൂല, അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യണ്ട, 1 ഇയർ വേണമെങ്കിൽ ഗ്യാപ്പ് ഇയർ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് എഴുതാൻ പോവാത്ത കുട്ടികളോടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിക്ക് നിങ്ങൾക്ക് കിട്ടും. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എവറിത്തിങ് യു ഹാവ് ടു അറ്റൻഡ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ കാലടിയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് വന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തു. ഇനി ഞാൻ കാലടിയിൽ കുറച്ചു കാലം നിന്ന ആ ഒരു അനുഭവത്തിൽ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. കാലടി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് കാലടി ഉള്ളത്. അപ്പൊ അവിടെ പോയപ്പോ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. ഫുഡ് ആണെങ്കിലും ഒക്കെ, ഫുഡ് മെയിൻ ആണല്ലോ, ഫുഡ് സ്പോട്ട് ഒക്കെ ഉണ്ടായിരുന്നു കുറെ. പിന്നെ നമുക്ക് എല്ലാ ഒരു മെയിൻ സിറ്റി ആ ഒരു വൈബ് നമുക്ക് കിട്ടും. പിന്നെ കാലടി ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ക്യാമ്പസ് ആണ്, കുറേ നടക്കാനുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു അന്തരീക്ഷം വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ഭയങ്കര കുറെ മരങ്ങളും പിന്നെ ഒക്കെ എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കാലടി എന്ന് പറയുന്നത്. കാലടിയിൽ പോയപ്പോ പോലും എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള എൻട്രൻസിന്റെയും കൂടി റിസൾട്ട് വരട്ടെ,
ഞാനിവിടെ എന്തായാലും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ഓപ്പണായി പറയുകയാണെങ്കിൽ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ കാലടിയിൽ നിൽക്കണ്ട, പോണം തന്നെയായിരുന്നു. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻ കാലടി എന്ന് പറയുന്നത്, ഞാനിപ്പോ ജാമ്യയിലാണ്, ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോ തീർച്ചയായിട്ടും എക്സ്പോഷറിലൊരു എക്സ്ട്രീം ഡിഫറൻസ് ഉണ്ട്, വളരെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അളക്കാൻ പറ്റുന്നത്. അവിടെ 1.5 മാസം നിന്ന ഒരു അനുഭവത്തിൽ എന്ന് പറയാണ്. പിന്നെ അവിടെ ഹോസ്റ്റല് ഒരു 2-3 ഗേൾസ് ഹോസ്റ്റൽ ഉണ്ട്. എനിക്കൊരു ന്യൂ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഹോസ്റ്റലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളൊന്നും ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബെഡ് ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, ബക്കറ്റ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കാരണം ഞാൻ ഇവിടെ എത്രയും പെട്ടെന്ന് മാറും എന്നുള്ള രീതിക്ക് തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ പല പല ഹോസ്റ്റലുണ്ട്. എനിക്ക് കിട്ടിയത് ന്യൂ ഹോസ്റ്റൽ എന്നുള്ള ഹോസ്റ്റലാണ്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു, നല്ല വൃത്തി ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു ഹോസ്റ്റൽ എന്ന് പറയുന്നത്. നല്ല വൈബുള്ള ഹോസ്റ്റലായിരുന്നേ. എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ഫ്രണ്ട്സ്. സൈക്കോളജി തന്നെ ഒരു 2 ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആതിര, ഖദീജത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരായിട്ട് നല്ല രീതിക്ക് ബോണ്ട് ആയിട്ടുണ്ടായിരുന്നു, ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ പോയൊരു സങ്കടമോ അല്ലെങ്കിൽ വിഷമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലുള്ള കുട്ടികൾ, വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്, സാൻസ്ക്രിറ്റിലുള്ള കുട്ടികളുണ്ടായിരുന്നു, ജോഗ്രഫി ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കാലടി ക്യാമ്പസുമായിട്ട് ഞാനിങ്ങനെ അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ വരുന്ന സമയത്താണ് ജാമ്യന്റെ റിസൾട്ട് വന്നത്. കാലടി ക്യാമ്പസിനെ കുറിച്ച് പറയേണ്ട വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാല്, വളരെയധികം ഈ ആർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ആർട്ടിക്, എപ്പോഴും ഒരു മോഹിനിയാട്ടം, നിങ്ങൾക്ക് അത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ എപ്പോഴും ഡ്രാമാസ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒരു അക്കാഡമിക് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ കലകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ഒരു കാലടി ക്യാമ്പസ് പറയുന്നത്. എനിക്ക് പൊതുവെ ഈ ഒരു ആർട്സ്, മ്യൂസിക് അതൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. വളരെയധികം കലയെ സ്നേഹിക്കുന്ന, അത് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ ഡ്രാമാസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ ഹോസ്റ്റലിൽ നമുക്കിങ്ങനെ ഡ്രാമയൊക്കെ നമ്മളിങ്ങനെ കാണാൻ പോകും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡ്രാമ ഉണ്ട്. ഞാൻ ഒരു പിക്ചറൊക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ കണ്ടു. ആ ഒരു മാസത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ എൻഗേജ്ഡ് ആയി ആക്റ്റീവ്ലി എൻജോയ് ചെയ്ത് വരായിരുന്നു. കാലടി മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാലടി ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാലടി തന്നെ എനിക്ക് നിൽക്കേണ്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദാറ്റ്സ് നോട്ട് വേർ ഐ മെന്റ് ടു ബി എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും ഒക്കെ രസമുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, ഐ തിങ്ക് ബി എഫ് എ ഡിപ്പാർട്ട്മെന്റ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് തോന്നുന്നു കേരളത്തില്. അവരിങ്ങനെ ക്ലേയിൽ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ക്യാമ്പസ് ഇങ്ങനെ ചുറ്റിക്കാണാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ ചുറ്റിക്കാണാൻ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാനോട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ജാമിയ ഡൽഹിയിലാണ് അല്ലെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് കാലടി ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ്. വീട്ടിലോട്ട് നമുക്ക് ഇങ്ങനെ ആഴ്ചയിൽ പോയി വരാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നമുക്ക് അടുത്തായിരുന്നു കാലടി. ഇപ്പൊ നമുക്ക് പറ്റൂല. ഇപ്പൊ നമുക്ക് ട്രെയിനിൽ ഒരു 3 ദിവസം ഇരിക്കേണ്ടി വരും. ഫ്ലൈറ്റ് ഫെയർ ആണെങ്കിൽ ഭയങ്കര ഹൈ ആണ്. ആ ഒരു ട്രാവൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം വീട്ടിലോട്ട് പെട്ടെന്ന് പോവാ, ആ ഒരു പ്ലസ് പോയിന്റ് കാലടിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാലടിയിൽ ഇനി MSc സൈക്കോളജി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഞാൻ ഇനി കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. ഞാൻ എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെ കൂളായിരുന്നു. ഒന്നാമത്തേത് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല. ട്രെയിനിൽ നോക്കി എന്തൊക്കെയൊക്കെയോ കുറച്ച് പോയിന്റ്സ് മാത്രമേ അറിയുള്ളൂ. അത് ഓൾറെഡി നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ട്രെയിനിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒട്ടും ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഈ പഠിക്കാത്ത കുട്ടികൾക്കും ക്രാക്ക് ചെയ്യുക, പഠിക്കാത്ത കുട്ടികൾക്കും ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ അങ്ങനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആക്ച്വലി നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബേസിക്കലി കോൺസെപ്റ്റ്സ് നല്ല തറവായിരിക്കണം. എങ്കിൽ മാത്രമാണ് എൻട്രൻസ് എക്സാമിന് കുറച്ചു കാലം മുമ്പ് നമുക്കൊന്ന് പൊടി തട്ടി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അറിയാത്ത കോൺസെപ്റ്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനതൊന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്നില്ല. സോ ഞാൻ എവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു? അപ്പോ എക്സാം ഹാളിൽ വളരെ കൂൾ ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആധാർ കാർഡ് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഓവർ ട്രാവൽ ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നമ്മൾ ഇങ്ങനെ ട്രെയിനിൽ പിന്നെ അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി സൈക്കോളജി പഠിക്കുന്ന കുട്ടികളൊപ്പം വന്നതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ കയറുന്ന മുമ്പ് വരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ്, ടേംസ്, തിയറി കണ്ടുപിടിച്ച തിയറിസ്റ്റ് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ നമ്മളിങ്ങനെ വരുന്നത്. അപ്പൊ ഒരു റിവിഷൻ കാര്യങ്ങളൊക്കെ
ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ചെയ്തു. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറേ കണ്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഈ ഡ്യുവലിസം ആരാ കണ്ടുപിടിച്ചത്, അങ്ങനെയൊക്കെ നമുക്ക് വളരെ അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഒരു ആസ് ഒരു ബേസിക് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രക്ക് ടഫുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പിന്നെയാണ് ഡിസ്ക്രിപ്റ്റീവിൽ വരുമ്പോഴാണ് കുറച്ച് ശ്വാസം മുട്ടിയത്. പക്ഷെ എന്നാൽ ഞാൻ കൈവിട്ടില്ല, നല്ലോണം തള്ളി. ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഫിഗേഴ്സ് വരച്ചു, അതായത് ഡ്രോയിങ്. എനിക്ക് തോന്നുന്നു എനിക്ക് 7th റാങ്ക് കിട്ടാനുള്ള മെയിൻ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ വരച്ചു. ഫ്ലോ ചാർട്ട് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാം രീതിയിലാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ കുത്തി നിറയ്ക്കാതെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയഗ്രാമിലൂടെ റെപ്രസെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഫിഗേഴ്സിലൂടെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒന്നും കൂടി നമ്മുടെ ആൻസർ ഷീറ്റ് അട്രാക്റ്റീവ് ആവുമ്പോൾ എന്ത് ചെയ്യും, ടീച്ചർമാർക്ക് നമുക്ക് പെട്ടെന്ന് മാർക്ക് വീഴാന്. ടീച്ചർമാർ ഇങ്ങനെ എത്ര പേപ്പർ നോക്കുന്നതാണ് ടീച്ചർമാര്, നമ്മുടെ പേപ്പർ ഇങ്ങനെ ഇരുന്ന് വായിക്കുവോ? ഇല്ല. അപ്പൊ ഫിഗർ വരയ്ക്കുക, നല്ല രീതിക്ക് വൃത്തിക്ക് അറിയുന്ന കീവേഡ്സ് യൂസ് ചെയ്ത് ഫിഗർ വരയ്ക്കുക. അതിന്റെ താഴെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയാലും അവര് കാണാൻ പോകുന്നില്ല. ഓക്കെ, കാലടിയിൽ എന്റെ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്ത ടീച്ചേഴ്സ് ഇത് കാണൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 മാർക്കിന് ഒരു വലിയ ക്വസ്റ്റ്യൻ എഴുതാണ്ടായിരുന്നേ. അപ്പൊ ഇതിന് കുറച്ചധികം ടൈം വേണം, കുറച്ചധികം നമ്മൾ ഈ ഒരു 10 മാർക്കിന് നമ്മൾ കുറച്ചൊക്കെ എഴുതണ്ടേ. ഒരു 4 സൈഡൊന്നും അല്ല, ഞാൻ കുറച്ചധികം സൈഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. 5, 6, 7 സൈഡ് ഫിഗർ ഒക്കെ വരയ്ക്കുമ്പോൾ. അടുത്ത ടിപ്പ്, നമ്മൾ ഈ ഫിഗർ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ പേജ് ഒക്കെ കുറെ പോകും. അപ്പൊ ടീച്ചർ വിചാരിക്കും, ഓ ഈ കുട്ടി ഇത്ര പേപ്പർ ഇത്ര കട്ടിയിൽ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ കുറെ ഇങ്ങനെ എഴുതുക, കുറെ വരയ്ക്കുക. അപ്പൊ പേജുകൾ കുറെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒരു ടിപ്സ് ആണ്. കുറച്ചൊക്കെ കണ്ണിങ് ആയാലും നമുക്ക് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ് കഴിഞ്ഞത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത്. 10 മാർക്ക് അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഞാൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുള്ളത്. ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോന്റെ ഒപ്പം തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഇട്ട് ഞാൻ അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വൃത്തിക്ക് എങ്ങനെയാണ് ഞാൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്തത്, 10 മാർക്കിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കാലടി ക്യാമ്പസിന്റെ വേറെ കുറച്ച് പ്ലസ് പോയിന്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കാലടി എന്ന് പറയുമ്പോൾ ഞാൻ പറയണല്ലോ, അവിടെ വന്നിട്ട് നമ്മൾ പോയത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള വൈഫൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വൈഫൈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ നമുക്ക് വൈഫൈ ഫോം ഒക്കെ തന്നു, കാര്യങ്ങളൊക്കെ തന്നിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈബ്രറി. അപ്പൊ കാലടിയിലെ ലൈബ്രറി നല്ലൊരു ലൈബ്രറി തന്നെയായിരുന്നു, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഒരു അതിന്റെ പിക്ചേഴ്സ് വീഡിയോസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചത് ഭയങ്കര ഒരു നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി തന്നെ ലൈബ്രറി കാണാൻ പറ്റും. വളരെ വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് കാലടിയിലുള്ളത്. ഇപ്പൊ നമുക്ക് സൈക്കോളജിയിലെ സിലബസ് അവിടെ പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കോളജിയിൽ സിലബസിൽ തന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ അസൈൻമെന്റ് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ മിക്കവാറും രാത്രികളിലും ലൈബ്രറി സജീവമായിരുന്നു. അപ്പൊ നമ്മൾ അസൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ രാത്രി പോയിരുന്ന് നമ്മൾ റെഫർ ചെയ്ത് അത്രയും ഒരു വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് വളരെ ഒരു ഫെസിലിറ്റീസ് ഉള്ള ലൈബ്രറി തന്നെയായിരുന്നു കാലടിയിൽ ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കാലടിയിലെ ക്ലാസ് സ്ട്രെങ്ത് പറയാം. എനിക്ക് തോന്നുന്നു കാലടിയിൽ ഒരു 14 ഉള്ളൂ, വളരെ കുറച്ച് കുട്ടികൾക്ക് മാസ്റ്റേഴ്സിന് സീറ്റ് ഉള്ളൂ കാലടിയിൽ. പിന്നെ ഞാൻ പോയ സമയത്ത് പല കുട്ടികളും വേറെ റിസൾട്ട് കേരള യൂണിവേഴ്സിറ്റി, കാലിക്കട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് കുറെ കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. കുറെ കുട്ടികൾ ലിസ്റ്റ് പിന്നെയും പുതിയ ലിസ്റ്റ് വരുമ്പോൾ വേറെ കുട്ടികൾ പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വരലും പോകലും അങ്ങനെ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ക്ലാസ്മേറ്റ്സ് എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇങ്ങനെ ആൾക്കാർ വന്നു പോയിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആ നിന്ന ഒരു മാസത്തിൽ കിട്ടിയ കണക്ഷൻസ് അതൊരു നല്ലൊരു കണക്ഷൻസ് തന്നെയായിരുന്നു ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്, കാലിക്കറ്റിൽ പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു കണക്ഷൻസ് ഉണ്ടായി എന്നുള്ളതാണ് കാലടിയിൽ എനിക്ക് പോയിട്ട് വേറൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കുറെ സീനിയേഴ്സിനെ പരിചയപ്പെട്ടു, ഇപ്പോഴും ആ സീനിയേഴ്സ് ആയിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ട്. കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരിക്കലും നമ്മൾ ഒന്നും വേസ്റ്റ് ആവുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ്, നമ്മൾ കണ്ട മനുഷ്യന്മാര്, അതൊക്കെ എപ്പോഴും നമുക്ക് സ്റ്റേ ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. അവരിങ്ങനെ ഓരോ ഫോൾഡറായി കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ടോട്ടലി 4 സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി. അതിൽ സെക്ഷൻ എ പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ്. നല്ല സിമ്പിളായിരുന്നു ഇത് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ സെക്ഷൻ ബി അതും നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പിന്നെ സി ആണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വലപ്പിക്കുക. 10 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യനാണ് എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതണം. നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്താൽ തന്നെ മാർക്ക് കിട്ടും. ഫിഗേഴ്സൊക്കെ വരച്ച്
ആൻസർ ഷീറ്റൊക്കെ അട്രാക്റ്റീവ് ആക്കി ടു ദ പോയിന്റ് എഴുതിയാൽ തന്നെ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ തോന്നും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് നോക്കി എഴുതുക. പിന്നെ ഉള്ളതാണ് ഡി സെക്ഷനിൽ കുറച്ചധികം എഴുതാനുണ്ട് 20 മാർക്കിൻ്റേത്. ഞാനത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം 20 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്തു, അത് സമാധാനത്തോടെ എഴുതിയിട്ട് പിന്നെയാണ് 10 മാർക്കിൻ്റെ 6 എഴുതിയിട്ടുള്ളത്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ക്വസ്റ്റ്യാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ട്രെയിനിൽ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് വൃത്തിക്ക് നോക്കിയതുകൊണ്ട് ഓർമ്മ ഉണ്ടായിരുന്നു. കറക്റ്റ് ആ സ്റ്റെപ്പ് വരച്ച് ഡയഗ്രാമൊക്കെ വരച്ച് നല്ല അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്തു. അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് 7th റാങ്ക് കിട്ടാൻ കാരണം. പിന്നെ ഞാൻ ഈ വീഡിയോന്റെ ഒപ്പം തന്നെ ഹോസ്റ്റല് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് എനിക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ കാലടീന്റെ അടുത്ത് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ജസ്റ്റ് തഷിങ് എന്ന് പറഞ്ഞിട്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു വീഡിയോ. കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും ഞാൻ വിചാരിക്കണു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ. ഇനി ഇവിടെ നോമ്പാണ് ഡൽഹിയിൽ. ഇവിടെ ഇന്ന് അതായത് നാട്ടില് ഇപ്പൊ പെരുന്നാളാണ്. നമുക്കിപ്പോ ഇവിടെ ഇന്നും നോമ്പ് തന്നെ ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. നാളെയാണ് നമുക്ക് ഡൽഹിയിൽ പെരുന്നാൾ. അപ്പൊ നോമ്പിന്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. സോ യാ, താങ്ക് യു ഫോർ listening to me. Thank you for watching. Don't forget to like, share and subscribe.